അക്ഷരം കിട്ടൂലേ? സുഖല്ലെല്ലാവർക്കും? യെസ്. അപ്പം നമ്മള് മലയാളം കുറേ ദിവസമായി പഠിച്ചിട്ടല്ലേ? മറന്നുപോയോ അക്ഷരങ്ങളൊക്കെ മക്കൾക്ക്? മറന്നോ? ഇല്ല അല്ലേ? ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. യെസ്. ആ, ആ, ഇ, ഈ അല്ലേ? ഇത്ര വരെയല്ലേ നമ്മൾ പഠിച്ചത് അല്ലേ? ഇത്ര വരെ പഠിച്ചിട്ട് ഇപ്പൊ കുറേ ദിവസമായി അല്ലേ? അപ്പം ഇന്നിപ്പോ പുതിയ അക്ഷരമാണ് പഠിക്കുന്നത്. ഏതാണെന്നറിയോ? യെസ്, ഉ. ഏതാണ്? ഉ. പറഞ്ഞേ. ഉ. ബുക്കെടുത്തോ എല്ലാരും? ബുക്കെടുത്തോ? അതാ അല്ലേ? ഇതാണ് ഏത്? ഉ. ഉ എങ്ങനെ എഴുതണ്ടേ നോക്കാം നമുക്ക് ആദ്യം. നോക്കണേ. നമ്മള് ഈ എഴുതാൻ എടുത്ത അതേപോലെ തന്നെ പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ടു എഴുതുന്ന പോലെ ഇങ്ങോട്ട് വളച്ചാൽ മതി. ഇതാണ് എന്ത്? ഉ. നമ്മൾ ഈ എങ്ങനെയായിരുന്നു എഴുതിയത്? ഇതുപോലെ അല്ലെ? ഇവിടെ നമ്മൾ അന്നേരം പറഞ്ഞത് ടു ഉണ്ട് അല്ലെ? അതേപോലെ തന്നെ ഇതുപോലെ എടുത്തു. എന്നിട്ട് ഇതാ ടു എഴുതുന്ന അതേപോലെയാണ് എന്ത് എഴുതേണ്ടത്? ഉ. കിട്ടിയോ മക്കൾക്ക് എഴുതാൻ? വിഷമമുണ്ടോ? അത് ഇല്ലല്ലോ, വേഗം കിട്ടും. ഓക്കെ. അപ്പൊ അതിലുള്ള വാക്ക് ഏതൊക്കെയാ നോക്കാം. ഉ ഉരൽ, ഉ ഉറി, ഉ ഉറുമ്പ്, ഉ ഉന്നം, ഉ ഉലക്ക, ഉ ഉലുവ, ഉ ഉരൽ. ഈ സാധനം കണ്ടിട്ടുണ്ടോ മക്കള്? ചിലപ്പോ ചിലവരെ വീട്ടിലൊക്കെ ഉണ്ടാവും. നമ്മളിപ്പം അരിയെല്ലാം പൊടിപ്പിക്കുന്നില്ലേ മില്ലിൽ കൊണ്ടുപോയിട്ട്? അപ്പൊ പണ്ട് കാലങ്ങളില് വീട്ടിൽ നെല്ലൊക്കെ കുത്താൻ വേണ്ടിയിട്ട് നെല്ലും അരിയും ഒക്കെ ഇടിച്ചിട്ട് അരിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഏത്? ഉരൽ. ആരുടെങ്കിലും വീട്ടിലുണ്ടോ ഈ സാധനം? ഉരലും ഉലക്കയും. ഇത് രണ്ടും വേണം. ഈ ഉരുളില് ഒരു കുഴി ഉണ്ടാവും. അപ്പൊ ആ കുഴിയിലാണ് എന്തിടുക? നെല്ലൊക്കെ ഇട്ടിട്ട് ഒരു വടിയും ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ സാധനം? അപ്പൊ അതിനകത്ത് കുത്തിയിട്ടാണ് നെല്ലിന്ന് എന്താക്കുക? അരി വേർതിരിച്ചിട്ട് എടുക്കുന്നത്. അപ്പൊ ഇപ്പത്തെ വീട്ടിലൊന്നും ഇല്ല, പണ്ടുള്ള വീട്ടിലാണ് ഈ സാധനം ഉണ്ടാകുന്നത്. ഇപ്പൊ എല്ലാവര് കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം അല്ലേ? ഇപ്പൊ നമ്മളെവിടെ കൊണ്ടുപോയിട്ട് അരിയൊക്കെ പൊടിപ്പിക്കുന്നേ? മില്ലിൽ കൊടുത്താല് അവര് വേഗം എല്ലാം പൊടിച്ചിട്ട് തരുമല്ലേ? നമുക്ക് പണിയൊന്നുമില്ല അല്ലേ? പക്ഷെ ഇതിലാക്കുമ്പോൾ കുറേ സമയം പിടിക്കും. കുറച്ച് മാത്രമായിട്ട് ആക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതന്നെ കുറേ സമയം കുത്തിയിട്ട് വേണം നമുക്ക് സാധനം കിട്ടാൻ വേണ്ടിയിട്ട്. കേട്ടോ മക്കളെ? അപ്പൊ ഇതാണ് എന്ത്? ഉരൽ. ഇത് ഉരലിന്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന കുത്താൻ ഉപയോഗിക്കുന്ന വടിയാണ് ഏത്? ഉലക്ക. രണ്ട് ഭാഗത്തും ഇതുണ്ടാവും, നടുക്ക് പിടിക്കാനും ഉണ്ടാവും. ആ സാധനം വെച്ചിട്ടാണ് നമ്മള് പിടിക്കുക. ഉരലും ഉലക്കയും. ഓക്കെ. അടുത്തത് എന്താ? ഉറി. എന്താണ്? ഉറി. ഉറി എന്ന് വെച്ചാൽ എന്താ? ഇപ്പോഴാണ് നമ്മള് പലഹാരങ്ങളൊക്കെ അതിൽ വെക്കുന്നത്. ഉറുമ്പൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? പാത്രങ്ങളില് ഇട്ടിട്ട് ജാറിലൊക്കെ ഇട്ടിട്ട് നമ്മള് സൂക്ഷിച്ചു വെക്കുന്നത് അല്ലേ? ഇതും അതേപോലെ. പണ്ട് കാലത്ത് അങ്ങനത്തെ പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ താഴെയൊക്കെ വെച്ചാൽ എന്ത് വരും? ഉറുമ്പ് വരും അല്ലേ? ഉറുമ്പ് ഇതിൽ പറയുന്നുണ്ടല്ലേ? അപ്പൊ അതൊന്നും വരാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് മേല ഇതുപോലെ കയറില് കെട്ടിയിട്ടാണ് എന്ത് വെക്കുക? പാത്രങ്ങൾ വെച്ചിട്ട് അതിലാണ് എന്ത് വെക്കുന്നത്? പലഹാരമായാലും വെണ്ണയോ ഇനി അങ്ങനത്തെ സാധനമൊക്കെ നമ്മൾ എല്ലാം വെക്കുക? യൂറിന്റെ അകത്താണ് വെക്കുക. ചുമരിനൊന്നും മുട്ടാണ്ട് ഉയരത്തിൽ കെട്ടിത്തൂക്കും. ഉറുമ്പിന് എത്തിപ്പെടാൻ പറ്റില്ലല്ലോ. ചുമരിന്റെ അടുത്തെല്ലാം വെക്കുമ്പല്ലേ ചുമരിന്റെ മേലെ കൂടെ ഉറുമ്പ് വരുന്നത്. ഉറുമ്പൊന്നും കയറാതിരിക്കാൻ വേണ്ടി കെട്ടിത്തൂക്കുന്നതാണ് എന്ത്? ഉറി. പലഹാരങ്ങളൊക്കെ നമ്മൾ ഇതിനകത്താണ് പണ്ട് കാലത്ത് സൂക്ഷിച്ചിരുന്നത്. ഇപ്പൊ നമ്മൾ എവിടെയാ വെക്കുന്നതെന്ന് അറിയില്ലേ മക്കൾക്ക്? മക്കളെ ബിസ്ക്കറ്റിനൊക്കെ എവിടെയാ വെക്കുന്നതെന്ന് അറിയില്ലേ? അപ്പൊ ആദ്യമൊന്നും അങ്ങനത്തത് ഇല്ലാത്ത സമയത്ത് വെക്കുന്നതാണ് ഇത് ഉറി. ഇത് രണ്ടും പണ്ടില്ലാത്തതാണ്. നിങ്ങളെ അമ്മേന്റെ ഓർമ്മയിലൊക്കെ ഉണ്ടാവും. ചോദിച്ചു നോക്കണം കേട്ടോ. ഉരലും ഉറിയെന്നും പറഞ്ഞാൽ എന്താന്നുള്ളത്. അപ്പൊ അവര് നല്ല വൃത്തിക്ക് പറഞ്ഞു തരും. ഓക്കെ. അടുത്തത് എന്താ? ഉറുമ്പ്. ഉറുമ്പ് ഇപ്പൊ നമ്മൾ പറഞ്ഞു അല്ലേ? ഉറുമ്പ് എന്താ ചെയ്യാ? കടിക്കും അല്ലേ? ഉറുമ്പ് കടിച്ചാലോ നല്ല സുഖാണോ? അല്ല, എന്താ? വേദന എടുക്കും അല്ലേ നമുക്ക്? ചില ഉറുമ്പ് കടിച്ചാല് നല്ല വേദനയായിരിക്കും അല്ലേ? ചെറിയ ഉറുമ്പുണ്ട്, കുറച്ച് വലിയ ഉറുമ്പുണ്ട് അല്ലേ? ഉറുമ്പ് എങ്ങനെയാ പോവുക? കൂട്ടത്തോടെയാണോ പോകുന്നത്? എങ്ങനെയാ പോവുക? വരി വരിയായിട്ടല്ലേ? ഒരു ഉറുമ്പ് പോയാൽ
അതിന്റെ ബാക്കിൽ വരി വരിയായിട്ടാണ് എന്ത് പോവുക, ഉറുമ്പും കൂട്ടം പോവുക. കണ്ടിട്ടില്ലേ ചെറിയ ഉറുമ്പ്, വലിയ ഉറുമ്പ് ചിലപ്പം വേറെ വേറെ പോകുന്നുണ്ടാവും. ആ ചെറിയ ഉറുമ്പ് ചുമരിന്റെ അരുവിനെല്ലാം പോന്ന കാണല്ലേ, വരി വരിയായിട്ട് പോന്ന കാണല്ലേ മക്കള്. യെസ്, അപ്പൊ അതിനെ നമ്മൾ മാറ്റിയാൽ എന്ത് ചെയ്യും, ആ മാറ്റിയ വഴിയിലേക്കൂടെ അത് പിന്നെയും പോകും അല്ലേ. പിന്നെയോ വലിയ ഉറുമ്പ് എന്ത് ചെയ്യും, മണ്ണിന്റെ ഉള്ളിൽ പോയി മണ്ണൊക്കെ എന്ത് ചെയ്യും, പുറത്തേക്ക് എടുത്തിട്ട് ഇടുന്നത് കണ്ടിട്ടുണ്ടാ മക്കള്, മണ്ണിന്റെ കൂനാക്കി വെക്കുന്നത്. നോക്കണം കേട്ടോ, ആ വളത്തിലെല്ലാം കീഞ്ഞിട്ട് പോകുമ്പോ മിറ്റത്തൊക്കെ പോകുമ്പോ നോക്കണം ഉറുമ്പ് ചെയ്യുന്നത് എന്താണെന്ന്. ഓക്കെ, നോക്കിട്ട് വേറെ ദൂരത്തേക്കൊന്നും പോകാൻ പാടില്ല, വീടിന് ചുറ്റും തന്നെ നിന്നിട്ട് വേണം നോക്കാൻ, ഉറുമ്പിന്റെ കടി കൊള്ളാണ്ട് ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്തത് എന്താ, ഉലക്ക. ഉലക്ക ടീച്ചർ പറഞ്ഞു, ഉരലിന്റെ കൂടെ തന്നെ ഉള്ളത്. അടുത്തത് ഉലുവ. ഉലുവ എന്ന് വെച്ചാൽ നമ്മള് കറിയിലൊക്കെ ഇടുന്ന സാധനം, നല്ല രുചി കിട്ടാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഇത്, ഉലുവ. കിട്ടിയോ മക്കൾക്ക്? ഒന്നും കൂടെ വായിച്ചു തരാം. ഉരൽ, ഉറി, ഉറുമ്പ്, ഉന്നം. ഉന്നം പറഞ്ഞില്ലല്ലേ, ഉന്നം എന്ന് പറഞ്ഞാല് ലക്ഷ്യം. നമ്മള് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി, ഇപ്പൊ നമുക്ക് മാങ്ങ എറിയാം. ഇപ്പൊ മാങ്ങ എറിയണമെങ്കിൽ നമ്മൾ എവിടെയൊക്കെ എറിയാ, മാവിന്റെ മേലേക്ക് വെറുതെ നമ്മൾ കല്ലെടുത്തെറിഞ്ഞാൽ മാങ്ങ പോകുമോ? ഇല്ല അല്ലേ. മാങ്ങേനെ നോക്കി, മാങ്ങ എവിടെയാ ഉള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കല്ലെറിയാനോ അല്ലെ കൊക്ക കെട്ടി പറിക്കാനോ ഒക്കെ ചെയ്യുന്നത് അല്ലേ. അപ്പൊ അതിനാണ് നമ്മൾ പറയുന്നത് എന്ത്, ഉന്നം. ഇവിടെ ഇനിയാണോ നോക്കി വെച്ചിട്ടുള്ളത്, അതിനെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ഉന്നം, ലക്ഷ്യം. കിട്ടിയോ മക്കൾക്ക്? യെസ്, ഒന്നും കൂടെ വായിച്ചു നോക്കാം. ഉരൽ, ഉറി, ഉറുമ്പ്, ഉന്നം, ഉലക്ക, ഉലുവ. കിട്ടിയോ? യെസ്. അപ്പൊ എന്ത് ചെയ്യണം ഇനി, ഈ ഊന് കളറ് കൊടുക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം, ഊല് വരുന്ന വാക്കുകൾ എഴുതി അതിന് വട്ടം വരക്കണം. എന്നിട്ടോ വർക്ക് ബുക്കിലും നോട്ട് ബുക്കിലും എഴുതിയിട്ട് ടീച്ചർക്ക് അയച്ചു തരണം. അയച്ചു തരില്ലേ? യെസ്. അപ്പൊ ഇന്ന് നമുക്കൊരു പാട്ടും കൂടെ പഠിച്ചാലോ? കുറേ നാളായില്ലേ നമ്മൾ പാട്ട് പഠിച്ചിട്ട് അല്ലേ. ഇംഗ്ലീഷ് പാട്ട് പഠിച്ചു, മലയാളം പാട്ട് പഠിച്ചിട്ട് കുറേ നാളായി അല്ലേ. അന്ന് ഒരു പൂച്ചയുടെ പാട്ട് പഠിച്ചതാണ്, അതിന് ശേഷം നമ്മൾ പഠിച്ചിട്ടില്ല അല്ലേ. അപ്പൊ ഇപ്പൊ നമ്മള് ഒരു പൂമ്പാറ്റയുടെ പാട്ടാണ് പഠിക്കാൻ പോകുന്നത്. പൂമ്പാറ്റന് ഇഷ്ടമല്ലേ മക്കൾക്ക്? നല്ല രസമുള്ളതല്ലേ പൂമ്പാറ്റ അല്ലേ. പല കളറിലുണ്ടാവും അല്ലേ, വലുതും ചെറുതും ഇഷ്ടം പോലെ അല്ലേ. പല വർണ്ണത്തില് കാണാൻ ഭംഗിയുള്ള ജീവിയാണേത്, പൂമ്പാറ്റ അല്ലേ. പൂമ്പാറ്റനെ പിടിക്കാൻ പോലുണ്ടോ? അപ്പൊ നിങ്ങളെ പോലെയുള്ള ഒരു കുട്ടി പൂമ്പാറ്റേന്റെ ഒപ്പം കളിക്കുന്ന ഒരു പാട്ടാണ് ടീച്ചർ പാടിത്തരുന്നത്. ഓക്കെ, നോക്കണേ. പൂമ്പാറ്റേ പൂമ്പാറ്റേ പാറി നടക്കും പൂമ്പാറ്റേ, പൂവിനുള്ളിൽ ഇരിപ്പാണോ പൂന്തേനുണ്ട് രസിക്കുന്നു, കുഞ്ഞി ചിറകുകളുമിട്ട് പാറി പാറി പോകല്ലേ, പൂവുകൾ മാടി വിളിക്കുന്നു കൂട്ടം കൂട്ടുകൂടാൻ പോരുന്നു. കിട്ടിയോ മക്കൾക്ക് പാട്ട്? ഒന്നുകൂടെ നോക്കണേ. പൂമ്പാറ്റേ പൂമ്പാറ്റേ പാറി നടക്കും പൂമ്പാറ്റേ, പൂവിനുള്ളിൽ ഇരിപ്പാണോ പൂന്തേനുണ്ടു രസിക്കുന്നു, കുഞ്ഞി ചിറകുകളുമിട്ട് പാറി പാറി പോകല്ലേ, പൂവുകൾ മാടി വിളിക്കുന്നു കൂട്ടുകൂടാൻ പോകുന്നു. കിട്ടിയോ? ഇഷ്ടായോ പാട്ട്? എന്താണ് പൂമ്പാറ്റനോട് എന്താ പറയുന്നത്? പൂമ്പാറ്റ എങ്ങനെയാ പോന്നേ? പാറിയിട്ടാണ് ആര് പോകുന്നത്? പൂമ്പാറ്റ പോകുന്നതല്ലേ. അപ്പം എങ്ങോട്ടാ പോകുന്നല്ലേ? പൂവിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് പൂമ്പാറ്റ എന്തിനാ പോവുക? പൂവിന്റെ തേൻ കുടിക്കാനല്ലേ. അപ്പൊ പൂവിന്റെ ഉള്ളിൽ പോയിരുന്ന് തേൻ കുടിക്കാനാണോ പോകുന്നത് അല്ലേ? നിങ്ങളെ പോലത്തെ ഒരു കുട്ടി ചോദിക്കുന്നതാണ് പൂമ്പാറ്റേനോട്. എന്നിട്ടോ എന്ത് പറഞ്ഞു? കുഞ്ഞിച്ചിറകുകൾ അല്ലേ. പൂമ്പാറ്റക്ക് കുഞ്ഞിച്ചിറകല്ലേ, പക്ഷിനെ പോലത്തെ വലുത് ചിറകാണോ? അല്ല. അപ്പൊ ആ കുഞ്ഞിച്ചിറകുമായിട്ട് എന്ത് ചെയ്യില്ല, പാറി പോകരുത്. എന്താ വേണ്ടേ? പൂക്കള് എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ
ഇഷ്ടത്തോടെ വിളിക്കുന്നുണ്ടല്ലേ. അവരൊപ്പരം കൂട്ടുകൂടി കളിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട് അല്ലേ. ഇതാണ് ആ കുട്ടി പൂമ്പാറ്റയോട് പറയുന്നത്. ഒന്നും കൂടെ ടീച്ചർ പാടിത്തരാം. പൂമ്പാറ്റേ പൂമ്പാറ്റേ പാറി നടക്കും പൂമ്പാറ്റേ, പൂവിനുള്ളിൽ ഇരിപ്പാണോ പൂന്തേനുണ്ടു രസിക്കുന്നു, കുഞ്ഞിച്ചിറകുകളുമിട്ട് പാറി പാറി പോകല്ലേ, പൂവുകൾ മാടി വിളിക്കുന്നു കൂട്ടുകൂടാൻ പോകുന്നു. കിട്ടിയോ? യെസ്. അപ്പൊ ഈ പാട്ടും കൂടെ പഠിച്ചിട്ട് ടീച്ചർക്ക് അയച്ചു തരണം. ഓക്കെ. ഇപ്പം ടീച്ചർ ക്ലാസ് നിർത്തുവാണ്. ബൈ.